എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്ന് സബ് ജയിലിൽ രോഹിത്തിനെ കാണാൻ പോവുകയാണ്, അതുകൊണ്ട് ഷോപ്പിലേക്ക് വരികയില്ല, അതുകൊണ്ട് ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുമ്പോൾ പയ്യെ ബബിത അടുത്ത് വന്ന് നിൽപ്പണ്ടേ. ബബിത ചോദിക്കും, അച്ഛൻ സബ് ജയിലിൽ രോഹിത്തിനെ കാണാൻ പോവാണോ എന്ന് ചോദിക്കും. അതേന്ന് പറയും. അന്നേരം സംശയം പോലെ ചോദിക്കുന്നുണ്ട്, പാലായി സബ് ജയിലുണ്ട്, എന്നിട്ട് അവിടെ കിടത്താതെ എന്തിനാ അപ്പുറത്തെ എറണാകുളത്തേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ചോദിക്കുകയാണ്, അച്ഛൻ അവളെ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന്. അന്നേരം ആരെ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞ് എന്നിങ്ങനെ പറയുന്നത് ബബിതയ്ക്ക് കാര്യം മനസ്സിലാവും. അന്നേരം ബബിത പറയും, അവളെ അലീന ചേച്ചി എന്ന് പറയുവാണ്. അപ്പം അലീന കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നു. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ എപ്പോഴും ഇവളെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്? ഇപ്പം തന്നെ അവൾ വലിയ പ്രമാണിയാണെന്നാണ് അവളുടെ ഭാവം. അവൾ പറയുന്നതനുസരിച്ച് അച്ഛൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ? അച്ഛൻ അവളെ കൂടെ കൊണ്ട് നടക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പിന്നെയും ദേഷ്യപ്പെടുന്നുണ്ട്, അവളെന്ന് വിളിക്കുന്നതിന്. അങ്ങനെയല്ല, അലീന ചേച്ചിന്ന് തന്നെ പറയാൻ പറയുന്നു. അന്നേരം അലീന ചേച്ചി എന്നിങ്ങനെ ഇഷ്ടക്കേടോടുകൂടി പറയുക. അന്നേരം ബാലേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കാറുണ്ടോ? എൻ്റെ ഇഷ്ടത്തിനാണ് നീ ഓരോന്നും ചെയ്യുന്നത് അല്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം ബബിത, എനിക്കും കൂടെ വരണമെന്നുണ്ടായിരുന്നു എന്ന് പറയുക. അന്നേരം അതെന്താ, നിനക്ക് കൂടെ വരാലോ, വണ്ടിയിൽ സ്ഥലമുണ്ട് എന്ന് പറയുമ്പം ബബിത എടുത്തു ചോദിക്കുകയാണ്, അതെന്താ അച്ഛൻ എന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കാതിരുന്നത്? അവളോടല്ലേ ചോദിച്ചോളൂ എന്നിങ്ങനെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അലീനയോടും വരുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല, എൻ്റെ കൂടെ വന്നെന്ന് അവൾ ഇങ്ങോട്ട് പറയുമായിരുന്നു. നിനക്ക് കൂടെ വന്നെന്നുണ്ടെങ്കിൽ വരാം, വണ്ടിയിൽ ഇഷ്ടം പോലെ സീറ്റുണ്ട്, 5 സീറ്റും മിച്ചമുണ്ട്, നിനക്ക് ഒരെണ്ണം പോലെ ഇരിക്കാൻ എന്നിങ്ങനെ ചോദിക്കുമ്പം പിന്നെയും പറയുന്നുണ്ട്, അവളുള്ളതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന്. അന്നേരം നീ വരുന്നില്ല, വരണ്ട എന്ന് പറയുന്നു. എന്നിട്ട് അലീനയെ വിളിച്ചിട്ട്, അലീന ഇപ്പം തന്നെ നമുക്ക് ഇറങ്ങാം, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ മുകളിലോട്ട് കയറി പോവുക. അന്നേരം അലീനയും പറയുന്നുണ്ടോ, ഞാനും പെട്ടെന്ന് റെഡി ആയിക്കോളാം എന്ന്. അലീന റെഡിയാകാനായിട്ട് പോകുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് ബബിത അലീനയോട് ചോദിക്കുവാണ്, നീ എന്തിനാ അച്ഛൻ്റെ കൂടെ രോഹിയേട്ടനെ കാണാനായിട്ട് പോകുന്നത്? നിൻ്റെ ശത്രു അല്ലായിരുന്നോ രോഹിയേട്ടൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾ ആരും എനിക്ക് ശത്രു അല്ല എന്ന്. അന്നേരം ബബിത പറയും, എനിക്കറിയാം നീ അങ്ങോട്ട് പോകുന്നത് രോഹിയേട്ടൻ ജയിലിൽ കിടക്കുന്നത് കണ്ട് സന്തോഷിക്കാനല്ലേ, നീ അവിടെ പോയി കണ്ട് അങ്ങ് സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി അങ്ങ് പോകുന്നു ബബിത. എപ്പോഴത്തേയും പോലെ ഇത്തിരി സങ്കടം ഉണ്ട് അലീനയ്ക്ക്. അലീന നേരെ റെഡിയാകാനായിട്ട് അകത്തേക്കും പോകുന്നു. അലീന ഇട്ട ഡ്രസ്സ് തന്നെ പെട്ടെന്ന് റെഡിയായി ഒരു ബാഗൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരും. അന്തേക്കും മനു അങ്ങോട്ട് വരുന്നുണ്ട്. മനു കയറി വരുമ്പം റെഡി ആയോ എന്ന് ചോദിക്കുന്നു. ഞാൻ റെഡിയായി ഇറങ്ങിയതാണെന്ന് അലീന പറയും. അപ്പോൾ അങ്കിളോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിള് അച്ഛനിപ്പോൾ ഇറങ്ങും എന്ന് പറയും. എന്നാൽ ഞാൻ എൻ്റെ വണ്ടി ഒന്ന് തണലത്തേക്ക് ഒതുക്കിയിട്ടേക്കാം, ഇവിടുത്തെ വണ്ടിക്കല്ലേ പോകുന്നേ എന്ന് പറഞ്ഞ് മനു വണ്ടി അങ്ങ് ഒതുക്കിയിടാനായിട്ട് പോകുന്നു. അപ്പോഴത്തേക്കും ബാലേന്ദ്രനെ ഇറങ്ങി വരുവേ. അപ്പോൾ മനുവും കൂടെ വന്നു എന്ന് പറയുമ്പോൾ അവർ അന്നേരം തന്നെ ഇറങ്ങുവാണ്. ബബിതയെ വിളിച്ച് ഡോറ് ക്ലോസ് ചെയ്തോളാൻ പറയുന്നുണ്ട് ബാലേന്ദ്രൻ. ബബിതയോട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട് അലീനയ്ക്ക്. അവളുടെ സ്വഭാവം അതായതുകൊണ്ട് ജസ്റ്റ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഇറങ്ങി പോരുവാണ്. അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ അലീനയോട് കയറിക്കോളാൻ പറയും മനു. അന്നേരം വേണ്ട, ഞാൻ ബാക്കിലിരുന്നോളാം, മനുവേട്ട ഫ്രണ്ടിൽ ഇരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവർ വണ്ടിയിൽ കയറി അങ്ങ് പോകുന്നു. ബബിത വന്ന് ഡോർ അടിച്ചിട്ട് അവളും അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. വൈജയന്തിയെ കാണാനായിട്ട് ശിവനും കമലയും കൂടെ വന്നതാണ്. അവരെ കാണുന്നത് വൈജയന്തി ചോദിക്കും, ഇതെന്താ രണ്ടുപേരും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് പെട്ടെന്ന് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒരു വിവരം ഞങ്ങൾ അറിഞ്ഞു, അത് ചോദിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയും. അന്നേരം എന്ത് വിവരമാണ് നിങ്ങൾ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പം ശിവൻ ചോദിക്കുന്നുണ്ട്, നീ ബാലേന്ദ്രന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചോ എന്ന് ചോദിക്കുക. അന്നേരം ഞാനല്ല, വക്കീലാണ് അയച്ചത് എന്ന് പറയും. അന്നേരം ശിവൻ പറയും, നീ പറഞ്ഞിട്ടല്ലേ അയച്ചത്, നീ എന്ത് ഭാവിച്ച ജയ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ സമയത്താണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നിനക്ക് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. നീ ഇങ്ങനെയൊരു കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നീ ഒറ്റപ്പെട്ടു പോകത്തുള്ളൂ, നിൻ്റെ കൂടെ നിൽക്കാൻ ആരും കാണിയല്ല എന്നൊക്കെ പറയുന്നു. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യം നേരത്തെ തീരുമാനിച്ചതാണ്, ഇതാണ് കറക്റ്റ് സമയം എന്ന് എനിക്ക് മനസ്സിലായി. ഈ സമയത്ത് ഡിവോഴ്സ് നടക്കുവാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള മക്കൾ കൂടെ പോന്നോട്ടെ, അല്ലാത്തവർ ബാലേന്ദ്രൻ്റെ കൂടെ നിന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഏതായാലും ഞാൻ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുവാണ്. അന്നേരം കമല ഉപദേശിക്കുന്നുണ്ട് കേട്ടോ, ഈ സമയത്തല്ല നീ ഇങ്ങനെ പെരുമാറേണ്ടത്, ഈ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, എന്നിട്ട് രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനാണ് നോക്കേണ്ടത് എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ ഒരു വിവരക്കേട് കാണിക്കുന്നതിന് മുമ്പേ ഞാൻ എടുത്ത തീരുമാനമാണ് ഇത്, ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം ശിവൻ പറയുന്നുണ്ട്, നിൻ്റെ വിവരക്കേട് കൊണ്ട് നീ ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി, വിവരക്കേടും അഹങ്കാരവും കൊണ്ട് ഇനിയും നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഓരോന്നും നിൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതാണ് എന്നാണ്, പക്ഷെ അങ്ങനെയല്ല, നീ പലതും വലിച്ച് തലയിൽ വെക്കുന്നതാണ്. അതുകൊണ്ട് പറയുക, നീ ഈ സമയത്ത് ഇങ്ങനൊരു കാര്യം ചെയ്യരുത്, രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണ്ടേ, ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം കമലയും പറയുന്നുണ്ട്, നാട്ടുകാരെന്ത് വിചാരിക്കുന്നെങ്കിലും കരുതണ്ടേ, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന്.
അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇനിയിപ്പം നാട്ടുകാരെന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഉണ്ടായിരുന്ന പ്രതാപവും അഭിമാനവും ഒക്കെ പോയി ചീഞ്ഞ് നാറിയിരിക്കുന്ന സമയമാണ്. പിന്നെ എന്തിനാ കൂടുതൽ ചിന്തിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുവാണേ. അന്നേരം ശിവൻ പറയുന്നുണ്ട് നീ ആ കുടുംബം നശിപ്പിച്ച് അടങ്ങോളൂലേ എന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഞാനല്ല കുടുംബം നശിപ്പിക്കുന്നത്, അവളാണ്, ആ അലീന, അവളാണ് ബാലേന്ദ്രനെയും എൻ്റെ മക്കളെയെല്ലാം പിടിച്ചു വെച്ച് അവളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. അവളെല്ലാം എടുത്തോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് രോഹിത്തിനെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ. അവനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ കുറഞ്ഞതൊരു 19 ലക്ഷമെങ്കിലും വാരി എറിയേണ്ടി വരും. അതെന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് അതൊന്നും എൻ്റെ കയ്യിലില്ല. അവൻ്റെ പേര് രോഹിത് വൈജയന്തി എന്നല്ല, രോഹിത് ബാലേന്ദ്രൻ എന്നാണ്. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്തം ബാലേന്ദ്രനുണ്ട്. ബാലേന്ദ്രനല്ലേ സ്വന്തമായിട്ട് ജ്വല്ലറിയും ഇരുമ്പ് കടയും ഷോപ്പും ഒക്കെ ഉള്ളത്, അല്ലാതെ എൻ്റെ പേരിലല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ നോക്കാനുള്ള ഉത്തരവാദിത്തം ബാലേന്ദ്രനുണ്ട്. പിന്നെ താലി കെട്ടിയ സ്ത്രീയിൽ ഉണ്ടായ മകനെ നോക്കേണ്ട കടമ അങ്ങേർക്കാണ്. പിഴച്ചു പെറ്റ ഒരു പെണ്ണിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ സ്വന്തം മകന് വേണ്ടി 100 ഇരട്ടി ചെയ്യാനുള്ള ഉത്തരവാദിത്തം അങ്ങേർക്കുണ്ട്. അതുകൊണ്ട് അങ്ങേർ അത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ മകൻ തന്തയ്ക്ക് പിറന്നതാണ്, മറ്റവളുടെ പേരിൻ്റെ കൂടെ ബാലേന്ദ്രൻ എന്ന് പേരില്ല. അതിന് കാരണം അവൾ പിഴച്ച് പ്രസവിച്ചതായതുകൊണ്ടാണ്. അവൾക്ക് പറയാനൊരു തന്തയില്ലാത്തത് കൊണ്ടാണ് നേരാവണ്ണം, അതുകൊണ്ടാണ് അവളുടെ സർട്ടിഫിക്കറ്റിലൊന്നും ആ പേര് വരാത്തത് എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയുന്നുണ്ട്. ഈ പറയുന്ന ചീത്ത മൊത്തം സ്വന്തമായിട്ടാണ് പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ. കമല കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പ്രതികരിക്കാൻ വരാത്തതുകൊണ്ട് ശിവൻ ഇതെല്ലാം കേട്ട് നിൽക്കും. എന്നിട്ട് പറയുന്നുണ്ട് ഇനിയും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺട്രോൾ പോകും, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം കമലയെന്ന് പറയുന്നു. അന്നേരം കമല പിന്നെയും പറയുന്നുണ്ട് വൈജയന്തി നീ ഒന്നുകൂടെ ചിന്തിക്കുക എന്ന് പറയുമ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒന്നും മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിൻ്റെ പകുതി നിങ്ങൾ അനുഭവിക്കാവോ എന്ന് ചോദിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും അടുത്തോട്ട് വരികയില്ല. ഇതൊക്കെ നോക്കാൻ എനിക്കറിയാം, എൻ്റെ മകൻ്റെ കാര്യം നോക്കാനും എനിക്കറിയാം. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ, അതുകൊണ്ട് എന്നെ ആരും ഇനി പിന്തിരിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറയുന്നു. അന്തേക്കും ശിവന് ദേഷ്യം വന്നിട്ട് കമല ഇനി നീ സംസാരിക്കാൻ നിൽക്കണ്ടെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ അവരവിടെ നിന്ന് അങ്ങ് പോവാം. പിന്നീട് സബ് ജയിലിലേക്ക് എത്തുന്ന ബാലനെയും മനുവിനെയൊക്കെയാണ് കാണിക്കുന്നത്. അവരവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങുന്നു. ഇറങ്ങി കഴിയുമ്പോൾ അലീനയോട് മനു ചോദിക്കുന്നുണ്ട് ടെൻഷൻ ഉണ്ടോ എന്ന്. അന്നേരം അലീന പറയും ടെൻഷനുണ്ട്, ഇങ്ങനൊരു സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്നത് എന്നങ്ങനെ പറയുന്നു. ഏതായാലും അവർ കാണാനായിട്ട് അകത്ത് കയറി വെയിറ്റ് ചെയ്യുവാണ്. കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും രോഹിത്ത് വരുന്നു. രോഹിത്ത് വന്നിട്ടും ഇവരുടെ അടുത്തോട്ട് വരാതെ ഇത്തിരി മാറി അങ്ങ് നിൽക്കുക. അന്നേരം ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് ചോദിക്കും നീ എന്താടാ അവിടെ നിൽക്കുന്നത്, നിൻ്റെ വീട്ടുകാരാണ് കാണാൻ വന്നത്, നിനക്ക് അങ്ങോട്ട് ആ ഗ്രില്ലിൻ്റെ അങ്ങോട്ട് നീങ്ങി നിൽക്കാമല്ലേ, നിനക്കെന്നെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവിടെ തന്നെ നിൽക്കുക രോഹിത്ത്. അന്നേരം അങ്ങേര് ഡ്രസ്സിൽ പിടിച്ച് ഒരൊറ്റ തള്ളു വെച്ച് കൊടുക്കും. അന്നേരം ഗ്രില്ലിൻ്റെ അടുത്തേക്ക് വരും. അന്നേരം ഇവരെ ആരെയും മുഖത്തേക്ക് നോക്കാതെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുവാണ് രോഹിത്ത്. അന്നേരം ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാലന് ആകെ വിഷമമാകുന്നുണ്ട്, സങ്കടമാകുന്നുണ്ട്. രോഹിത്ത് ഇങ്ങനെ ഗ്രില്ലിലേക്ക് കൈ വയ്ക്കുമ്പം ബാലേന്ദ്രൻ ആ കൈയിലേക്ക് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുമ്പം രോഹിത്ത് പെട്ടെന്ന് കൈ മാറ്റും. അന്നേരം ബാലേന്ദ്രൻ രോഹി ഞാൻ നിന്നെ കാണാനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം ആരും എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും. അന്നേരം അവൻ്റെ വിഷമം കൊണ്ടാണ് എന്ന് കരുതി ബാലേന്ദ്രൻ പറയും നീ വിഷമിക്കേണ്ട, കഴിഞ്ഞതൊക്കെ പോട്ടെ, നിന്നെ ജാമ്യത്തിൽ ഇറക്കാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്, ജാമ്യത്തിൽ ഇറക്കാം എന്നിങ്ങനെ പറയുമ്പം എന്നെ ആരും ജാമ്യത്തിൽ ഇറക്കണ്ട, ഞാനിവിടെ കിടന്നോളാം എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയും നീ എന്താ അങ്ങനെ പറയുന്നത്, ഹരിയെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ശിവേട്ടൻ ചെയ്യുന്നുണ്ട്, അപ്പം നിനക്കും പുറത്തിറങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പം രോഹിത്ത് പറയുന്നുണ്ട് എനിക്ക് പുറത്തിറങ്ങണ്ട, ഞാനിവിടെ കിടന്ന് ചത്തോളാം, എന്നെ ആരും ഇങ്ങോട്ട് കാണാനും വരണ്ട എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും നീ എന്താ ഈ പറയുന്നേ, ഇവിടെ കിടന്ന് ജയിലിൽ കിടന്ന് ചാകാനാണോ നിന്നെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറയുക. അന്നേരം മനു എടാ രോഹി നീ ഇങ്ങനെ നിരാശപ്പെടാതെ എന്ന് പറയുമ്പോൾ മതി, എനിക്കിനി കൂടുതലൊന്നും കേൾക്കണ്ട, ഇനി എന്നെ കാണാനായിട്ട് ആരും ഇങ്ങോട്ട് വരികയും വേണ്ട എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് തിരിച്ചു കയറി പോവുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എടാ നീ പോകലേ, സമയം കഴിഞ്ഞിട്ടില്ല, നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടും അത് കേൾക്കാതെ രോഹിത്ത് അങ്ങോട്ട് പോകുന്നു. ഭയങ്കര സങ്കടമാകുന്നുണ്ട് ബാലേന്ദ്രൻ ഇത് കാണുമ്പം. ബാലേന്ദ്രൻ ആ ഗ്രില്ലിൽ ഇങ്ങനെ തല ചാച്ചു വെച്ച് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പോരും കേട്ടോ. പോന്നു കഴിഞ്ഞ് വണ്ടിയിൽ കയറിയതിന് ശേഷം ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം മനു ചോദിക്കും എന്താ അങ്ങളെ ഒന്നും മിണ്ടാതിരിക്കുന്നത്, എന്താ മനസ്സിൽ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ് ഞാൻ എവിടെ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങിയത് എന്നൊന്ന് ആലോചിക്കുമായിരുന്നു. ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് എല്ലാം വാരിക്കൂട്ടി ഞാൻ ജീവിതം തുടങ്ങുമായിരുന്നു. എനിക്ക് ഞാനല്ലാതെ ആരും ഇല്ലായിരുന്നു അന്ന്. അവിടുന്ന് ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്നറിയാമോ, അവിടുന്ന് ഞാൻ കെട്ടിപ്പടുത്തുകൊണ്ട് വന്ന ജീവിതമാണിത് എന്നിങ്ങനെ പറയുമ്പം മനു പറയുന്നുണ്ട് ഒന്നും നമ്മുടെ കൺട്രോളിലല്ല, ഇതെല്ലാം നിയന്ത്രിക്കുന്ന വേറെ ഒരു ശക്തിയുണ്ട്, അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുന്നു. അന്നേരം അലീനയും പറയുന്നുണ്ട് നമ്മളെ പലതും ചിന്തിക്കും, പക്ഷേ എത്രയൊക്കെ നിയന്ത്രിച്ചാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും, അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്.
അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, രോഹി കുഞ്ഞായിരുന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പം മടിയിലിരുന്ന് സ്റ്റീറിങ്ങിൽ പിടിക്കണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നു. അവൻ വന്നിരുന്ന സ്റ്റീറിങ്ങിൽ പിടിച്ച് ഇങ്ങനെ തിരിക്കുമ്പം അവൻ്റെ വിചാരം അവൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് വണ്ടി മുന്നോട്ട് പോകുന്നത് എന്നായിരുന്നു. അന്ന് എൻ്റെ മുഖത്ത് നോക്കി ശരിയല്ലേ അച്ഛ എന്നൊക്കെ ഉള്ളൊരു ഭാവത്തിൽ എന്നെ നോക്കി ചിരിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുവാണ്. അങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നവനാണ് ഇന്ന് ആ ജയിലിൽ നിൽക്കുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം മനു കുറേ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, ശരിയാണ്, ഞാനോ അവനോ ഒന്നുമല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഓർക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ തിരിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്തൊന്നും തിരിയുന്നില്ല. ഇത് വേറെ ആരോ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുവാണ് എന്നിങ്ങനെ പറഞ്ഞ് വിഷമിച്ച് വണ്ടി ഓടിക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.